ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. നമുക്കിന്ന് 1 kg വരുന്ന ഒരു പേസ്ട്രിയുടെ ഓർഡറാണ്. അതിലേക്ക് 4 എഗ്ഗാണ് വേണ്ടത്. ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് ഊറ്റി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ മുട്ടയുടെ ആ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുമല്ലോ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്. അത് നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക്, ഒരു ചെറു ചൂടുള്ള മിൽക്ക് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. പിന്നീട് ഫ്ലോർ മിക്സിംഗ് ആണ്. അതിലേക്ക് 1 കപ്പ് മൈദ, അതിൽ നിന്ന് 1/4 കപ്പ് നമ്മൾ എടുത്ത് മാറ്റിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് ഊറ്റി 1-2 തവണ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അത് നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ആ എഗ്ഗിൻ്റെ മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത ശേഷം ഒത്തിരി മൊത്തം പൊടിയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കില്ല. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നാമത്തെ സ്പീഡിലിട്ട് നമ്മൾ ഇനി ബീറ്റിങ് ഉള്ളാവും. ഇല്ലെങ്കിൽ അത് ഓവറായിട്ട് ബീറ്റായിപ്പോവും. എന്നാൽ കട്ടയൊന്നും താഴെ ഫോം ചെയ്യുകയും ചെയ്യില്ല. അങ്ങനെ ആ പൗഡറെല്ലാം നന്നായിട്ട് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് അത് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. അതിലേക്ക് സ്പാച്ചില ഉപയോഗിച്ച് ഒരു കട്ടകളൊന്നും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം ഒന്ന് ജസ്റ്റ് ഒരു സൈഡിലേക്ക് മാത്രമേ നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഓയിൽ തേച്ച് വെച്ച മോൾഡിലേക്ക് നമ്മൾ ആ മിക്സ് ഊറ്റി കൊടുക്കുക. അതിൻ്റെ അകത്ത് 180 ഡിഗ്രി ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ ഇത് കയറ്റി വെക്കണം. പിന്നെ 40 മിനിറ്റ് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി. ബേക്കിലിട്ട് 280 ഡിഗ്രി ഇട്ട് 40 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്ത് വന്ന സ്പഞ്ചിൻ്റെ പിക്ക് എടുക്കാൻ മറന്നുപോയി. പിന്നീട് നമ്മൾ അത് പേസ്റ്റ് ആക്കുന്നതാണ്. ആ സ്പഞ്ച് 2ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ക്രീം തേച്ച് ചോക്ലേറ്റ് ഇട്ട് മിൽക്ക് മെയ്ഡ് ഊറ്റി നന്നായിട്ട് നമുക്ക് ആ ക്രീം തൂത്ത് പീസാക്കി എടുക്കാം. നിങ്ങൾക്ക്